ആമി, നിങ്ങൾ അറിഞ്ഞിരുന്നോ? ആര്യരാങ് ആൽബത്തിലെ സ്വിമ്മിന് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. സ്റ്റീവ് കൂപ്പർ, ജോൺ സാൻഡലർ, ഗ്രേലൻ ജോൺസൺ എന്നീ 3 വിദേശ ഗാനരചയിതാക്കളാണ് ഇതിന് പിന്നിൽ. അമേരിക്കയിലെ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. തങ്ങൾ 2025 തുടക്കത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും ഇതുവരെയും റിലീസ് ചെയ്യാത്തതുമായ ഒരു ഡെമോ ട്രാക്കിൽ നിന്നാണ് BTS ഈ ഗാനം പകർത്തിയതെന്നാണ് BTSനെതിരെയുള്ള ആരോപണം. മാത്രമല്ല, സ്വിം എന്ന ഒരേ പേരുള്ള ഈ ട്രാക്കിലെ പാട്ടിന്റെ പ്രധാന ഹുക്ക് ലൈൻ, അതിലെ അൺയൂഷ്വൽ ഹാർമണീസ്, ലിറിക്കൽ എലമെന്റ്സ്, റിതം, സൗണ്ട് ടെക്സ്ചർ എന്നിവയെല്ലാം തങ്ങളുടെ ഡെമോയിൽ നിന്നെടുത്തതാണെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. ഇതിന് തെളിവായി ഒരു പ്രമുഖ മ്യൂസിക്കോളജിസ്റ്റായ അലക്സാണ്ടർ സ്റ്റീവർട്ടിന്റെ പഠന റിപ്പോർട്ടും ഹാജരാക്കിയിട്ടുണ്ട്. സ്വതന്ത്രമായ ഒരു സൃഷ്ടിയായി ഇതിനെ കാണാൻ കഴിയില്ലെന്നും കോപ്പിയടി തന്നെയാണ് ഇതിന്റെ അവസാന നിഗമനം എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇതേ സ്റ്റീവർട്ട് മുമ്പ് എഡ് ഷീരൻ, ലെഡ് സെപ്പാലിൻ എന്നിവരുടെ കേസുകളിലും വിറ്റ്നസ്സായി വന്നിട്ടുണ്ടെങ്കിലും ആ കേസുകളെല്ലാം കോടതി തള്ളിക്കളയായിരുന്നു ചെയ്തത്. തങ്ങളുടെ ഡെമോ ട്രാക്ക് എങ്ങനെ BTSന്റെ അണിയറ പ്രവർത്തകരിലേക്ക് എത്തി എന്നതിനും വാദികൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2025 മാർച്ചിൽ തങ്ങൾ ഈ ഡെമോ മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള ചിലർക്കും ആർട്ടിസ്റ്റ് പബ്ലിഷിംഗ് ഗ്രൂപ്പ് എന്ന കമ്പനിക്കും അയച്ചു കൊടുത്തിരുന്നു എന്നും അവിടെയുള്ളവര് ഇത് കേൾക്കുകയും പിന്നീട് BTSന്റെ പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് റൈറ്റേഴ്സിനെ ഷെയർ ചെയ്തു എന്നുമാണ് ഇവരുടെ ആരോപണം. BTS അവരുടെ ആൽബം വർക്കിനായി LAയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ട്രാക്ക് അണിയറ പ്രവർത്തകരിലേക്ക് എത്തിയതെന്ന് കാണിക്കാൻ അവര് നെറ്റ്ഫ്ലിക്സിലെ BTSന്റെ ഡോക്യുമെന്ററിയിലെ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പാട്ടിന്റെ രചനയിൽ പങ്കാളികളായ BTS ലീഡർ RMനെയോ മറ്റു മെമ്പേഴ്സിനെയോ വ്യക്തിപരമായി എവിടെയും പ്രതി ചേർത്തിട്ടില്ല. പകരം ഹൈബ് അമേരിക്ക, ബിഗ് ഹിറ്റ് മ്യൂസിക്, ആർട്ടിസ്റ്റ് പബ്ലിഷിംഗ് ഗ്രൂപ്പ്, കൂടാതെ വൺ റിപ്പബ്ലിക് ബാൻഡിലെ വെസ്റ്റേൺ പ്രൊഡ്യൂസർ റയാൻ ടെഡർ, ടൈലർ സ്പ്രീ, ഡെറിക് മിലാനോ ഉൾപ്പെടെയുള്ള പാട്ടിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മ്യൂസിക് ടീമിനെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാട്ടിലൂടെ ഉണ്ടായ ലാഭത്തിന്റെ വിഹിതവും നഷ്ടപരിഹാരവും ആവശ്യപ്പെടുന്നതിനോടൊപ്പം ഈ സോങ്ങിന്റെ തുടർന്നുള്ള ഉപയോഗം തടയണമെന്നും ഇവർ കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേസ് ഫയൽ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഹൈബുമായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ പുറത്തു വന്നതോടെ കടുത്ത പ്രതികരണവുമായി ബിഗ് ഹിറ്റ് മ്യൂസിക് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് വെറും ഏകപക്ഷീയമായ അവകാശവാദങ്ങൾ മാത്രമാണെന്നും BTSന്റെ സ്വിം എന്നത് തികച്ചും സ്വതന്ത്രമായും ഒറിജിനലായും ക്രിയേറ്റ് ചെയ്ത ഒന്നാണെന്ന് തങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കോടതിയിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ്. ഈ കേസ് ന്യൂസോടുകൂടി ഓൺലൈൻ ഹേറ്റേഴ്സിനും ആന്റി ഫാൻസിനും ഇതൊരു വമ്പൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. അവർക്ക് പിന്നെ ഈ ലോ സ്യൂട്ട് എന്ന വാക്ക് മാത്രം കിട്ടിയാൽ മതിയല്ലോ. ബാക്കി ഒഫീഷ്യൽ റിയാലിറ്റിയോ ലീഗൽ ഫാക്ട്സോ ഒന്നും നോക്കാൻ അവർക്ക് താല്പര്യം കാണില്ല. ഇനിയിപ്പോ ഫാൻവാറുകൾ തുടങ്ങും. ചീപ്പ് ക്ലിപ്സ് വെച്ച് ഹെഡ്ലൈൻസും അടിച്ചിറക്കാൻ തുടങ്ങും. പക്ഷേ ഇതിന്റെ ഒക്കെ പിന്നില് ഒരു കളി നടക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട. ഗ്രാമി ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ മ്യൂസിക് ഇൻഡസ്ട്രിക്ക് പൊതുവെ ഏഷ്യൻ ആർട്ടിസ്റ്റുകളോട്, പ്രത്യേകിച്ച് ഗ്ലോബൽ ലെവലിൽ വരെ റെക്കോർഡുകളൊക്കെ തകർത്ത് മുന്നേറുന്ന BTSനോട് എപ്പോഴും ഒരു പ്രത്യേക വിരോധവും വിവേചനവും ഉണ്ടെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഏഷ്യക്കാര് വെസ്റ്റേൺ മ്യൂസിക് ഡോമിനേറ്റ് ചെയ്യുന്നത് അംഗീകരിക്കാൻ മടിയുള്ള ചിലര് ഇത്തരം കേസുകളെ BTSനെ താഴെ ഇറക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ മോട്ടീവ് എന്താന്ന് ചോദിച്ചാൽ അതറിയില്ല. ഈ ഹേറ്റിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലേനും. അതൊന്നുമല്ല, അംഗീകരിക്കാൻ വയ്യ, അത്ര തന്നെ. പക്ഷെ ആമീസേ, നമ്മളിതിലൊന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല. ആര് എത്രയൊക്കെ വെപ്പണൈസ് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ BTSന്റെ പവറിനെ അതൊന്നും ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ചും പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. സോ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയണം നിങ്ങൾ ഓരോരുത്തരുടെയും പേഴ്സണൽ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ ആർമി ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഈ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനും ശ്രമിക്കുക.